വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും അതിലെ പണം വിനിയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്നും മറ്റും തോതിലുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങളാണ് നടത്തപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പോലീസ് കേസുകളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായതിന് പുറമെ ഭരണത്തിലും അടക്കം പ്രധാനമായി ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി മുന്നോട്ട് വന്നത് കേരളത്തിലെ മനുഷ്യരുടെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ മാനസികാവസ്ഥയെ തന്നെ പരീക്ഷിക്കുന്ന കാര്യങ്ങളായിരുന്നു. കോൺഗ്രസ് നേതാവായ കെ സുധാകരൻ്റെ പ്രസ്താവനയായിരുന്നു ഇതിലേറ്റവും വലുത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് കെ സുധാകരൻ അന്നെല്ലാം രംഗത്ത് വന്നത്. അതോടൊപ്പം തന്നെ MLA യും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ KPCCയുടെ മുൻ പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാനും സുധാകരൻ മറന്നില്ല. ഇതെല്ലാം വലിയ തോതിലുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ ആയിരുന്നു. ഇതിനുശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം ശരിയായ രീതിയിലേക്ക് എത്തുന്നില്ല, അത് കൈയിട്ടുവാരലാണെന്നുള്ള തരത്തിലൊക്കെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയർന്നിരുന്നു. ഇതിനിടെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ കുറച്ചുകൂടി ഉത്തരവാദിത്തമായ രീതിയിലാണ് പ്രതികരിച്ചത്. ആ ഉത്തരവാദിത്തം കൊണ്ടുള്ള കൂടുതൽ കൊണ്ടല്ല എന്നെല്ലാവർക്കും അറിയാം. കെ സുധാകരൻ്റെ അടിക്കാൻ കിട്ടിയ ഒരു വടി നന്നായി അവർ ഉപയോഗിച്ചു എന്ന് മാത്രമാണ് അതിനകത്തുള്ളത്. VD സതീശൻ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും പണം നൽകണം. അതോടൊപ്പം തന്നെ കെ സുധാകരൻ്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് മറുപടി അറിയിക്കുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറഞ്ഞത്. AK ആന്റണിയും അതുപോലെ തന്നെ MM ഹസനും അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്ന കാഴ്ചയും ഉണ്ടായി. അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ ഈ സുധീരൻ അടക്കമുള്ള ആളുകളും ഈ പണം നൽകുന്ന സാഹചര്യമുണ്ടായി. അന്ന് ഇതിനെല്ലാം തോതിൽ വലിയ തോതിൽ ആക്ഷേപം ഉന്നയിച്ച കെ സുധാകരൻ ഇപ്പോൾ പുതിയ അംഗവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് വയനാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം ഉപയോഗിച്ച് വയനാട് മേഖലയിൽ നടക്കുന്ന പുനരധിവാസ പ്രക്രിയയിൽ പ്രതിപക്ഷ MLA മാരെ ഞങ്ങളെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ പുതിയ ആവശ്യം. കാരണം ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചീറ്റിപ്പോയി. കോടിക്കണക്കിന് രൂപ, പതിനായിരക്കണക്കിന് ആളുകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയതോടുകൂടി കോൺഗ്രസ് വലിയ തോതിൽ അവർക്ക് വലിയ അവസ്ഥയാണ്, ഒരു മാനസിക തകർച്ചയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഇതിനെ തകർക്കാൻ കഴിഞ്ഞില്ല. അവരൊരു ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ പക്കാ രാഷ്ട്രീയ വിരോധം വച്ചുകൊണ്ട് കേരളത്തിലെ LDF സർക്കാരിനെ തകർക്കാനും പിണറായി വിജയനെതിരെ നീക്കം നടത്താനുമാണ് ഇവർ ഈ ഘട്ടത്തിലെല്ലാം ശ്രമിച്ചത്. ഇതെല്ലാം വലിയ തോതിൽ ചർച്ചകളും വിഷയങ്ങളും ആയതോടുകൂടിയാണ് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് ഒതുങ്ങിയത്. ഇതിനിടയിലാണ് പുതിയ സംഭവത്തിൽ അടുത്ത വിവാദങ്ങൾക്ക് കളമൊരുക്കാനാണ് സർക്കാർ നടത്തുന്ന വയനാട് പുനരധിവാസത്തിൽ പ്രതിപക്ഷത്തു നിന്നുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അതിന് സർക്കാരിനൊരു സമിതി ഉണ്ടാക്കിക്കൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. സുധാകരൻ്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ആർക്കും ഇവിടെ പരാതിയോ പരിഭവവും ഇല്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായി സ്വന്തം നാടകമാക്കി മാറ്റാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് സുധാകരൻ നീങ്ങും. കഴിഞ്ഞ ദിവസം ഉന്നതതല സമിതിയിൽ ഒരു സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന സമിതിയിലേക്ക് കൂടുതൽ ആളുകളെ പ്രതിപക്ഷത്തു നിന്ന് ഉൾപ്പെടുത്തണമെന്നുള്ള ആരോപണങ്ങളെല്ലാം വന്നതോടുകൂടി ഇതിനെതിരെയും വലിയ രൂക്ഷമായ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. കെ സുധാകരൻ്റെ ഓരോ സമയത്തുമുള്ള പ്രസ്താവനകളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ തികച്ചും രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള ചില പ്രവർത്തികളാണ് എന്ന് നമുക്ക് ഓരോ ഘട്ടത്തിലും വ്യക്തമാകുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനെയെല്ലാം കടത്തിവെട്ടുന്ന രീതിയിൽ സുധാകരന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെ. പക്ഷേ സ്വന്തം പാർട്ടിക്കുള്ളിലെ ആളുകളെയെങ്കിലും കുറഞ്ഞത് വിശ്വസിപ്പിക്കാൻ കഴിയണമെന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. അതായത് വാഗ്ദാനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്നും നീക്കിവെക്കുന്ന തുകയുടെ വിനിയോഗം ദുരിതബാധിതർക്ക് ലഭിക്കുന്നുണ്ടെന്നും സമിതിക്ക് നിരീക്ഷിക്കാൻ കഴിയണം. പുനരധിവാസത്തിന് രൂപരേഖ തയ്യാറാക്കണം. കാണാതായവർക്കുള്ള തിരച്ചിൽ നടത്തുന്നതിൽ വീഴ്ച ഉണ്ടാകരുതെന്നുമാണ് കെ സുധാകരൻ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കെ സുധാകര, താങ്കളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കെ കരുണാകരൻ മരിച്ചിട്ട് വർഷങ്ങൾ ഇത്രയായിരിക്കുന്നു. ഇന്ന് വരെയെങ്കിലും കെ കരുണാകരൻ്റെ പേരിലുള്ള ഒരു സ്മൃതി കുടീരം അല്ലെങ്കിൽ ഒരു സ്മാരകം നിർമ്മിക്കാനായിട്ട് നിങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾ പിരിച്ചെടുത്തത്. ഈ പിരിച്ചെടുത്ത കാര്യം മറ്റാരോ ഞങ്ങളാരും പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇടത് നേതാക്കളോ CPM-കാരോ പറഞ്ഞതല്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞതല്ല. നിങ്ങളുടെ തന്നെ നേതാക്കന്മാരാണ് പറഞ്ഞത് കോടികളുടെ ഫണ്ട് ശേഖരണം നടന്നിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടാണ് കരുണാകരൻ മരിച്ച് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരു സ്മാരകം നിർമ്മിക്കാൻ താങ്കൾക്ക് കഴിയാത്തത്? എന്തുകൊണ്ടാണ് താങ്കൾ നേതൃത്വം നൽകുന്ന KPCC കോൺഗ്രസിന് ഇത് കഴിയാത്തത്? ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഏതായാലും കോൺഗ്രസ്സുകാരെ പോലെയല്ല കമ്മ്യൂണിസ്റ്റുകൾ. അവർ അടിച്ചു മാറ്റുന്നില്ല,
അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം പുനരധിവാസ പ്രവർത്തികൾ നടത്താൻ കൃത്യമായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ നടക്കുന്നതോ നിങ്ങൾ ചെയ്യുന്നതുമായ കാര്യങ്ങൾ തികച്ചും അവജ്ഞയോട് മാത്രമേ നിരീക്ഷിക്കാൻ കഴിയൂ. കാരണം സ്വന്തം മുഖ്യമന്ത്രിയായിരുന്ന, ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന, ആഭ്യന്തരമന്ത്രിയായിരുന്ന, കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്ന ലീഡറായ കെ കരുണാകരനെ നിങ്ങൾ അവരുടെ പേരിൽ ഒരു സ്മാരകം പോലും നിർമ്മിക്കാതെ കോടികൾ അടിച്ചെടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കളക്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷത്തിലെ ആളുകളെ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. UDF അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രധാന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് കവളപ്പാറ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീടുകൾ പണിത് നൽകും എന്ന് പറഞ്ഞിരുന്നു. എവിടെയാണ് സുധാകര ഈ 5 വർഷം കഴിഞ്ഞിട്ടും ലീഗുകാർ പണിത വീട്? ലീഗുകാർ ആകെ ചെയ്ത് MA യൂസഫ് അലി പണിത വീടുകളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇത് ലീഗുകാർ പണിത വീടാണ് എന്ന് പറയുന്നതാണ് അവിടെ സംഭവിച്ചത്. കേരള സർക്കാർ MA യൂസഫ് അലി അടക്കമുള്ളവരും വിവിധ കക്ഷികളെല്ലാം ചേർന്ന് അവിടെ 128 ദുരിതബാധിതർക്ക് 128 വീടുകൾ പണിത് നൽകിയിരിക്കുന്നു. ഇനി കവളപ്പാറയിൽ ഒരു വീടും പണിത് നൽകാനില്ല. ആർക്ക്? ദുരിതബാധിതർക്ക് നൽകാനില്ല. ഇനി നിങ്ങൾ പണിത വീടുകൾ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ അവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ നിർമ്മിച്ചതെന്ന് ഇതിന് മറുപടി പറയേണ്ടി വരും. ഈ സാഹചര്യത്തിലെല്ലാം മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വീഴ്ചകളെ മറച്ചു വെച്ചുകൊണ്ട് LDF സർക്കാരിനെയും പിണറായി വിജയനെയും കരിവാരത്തേക്കാനുള്ള നിങ്ങളുടെ നീക്കത്തെ അവജ്ഞയോടെ മാത്രമേ നോക്കിക്കാണാനാകൂ.